എന്തിനാണ് വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കേണ്ടത്? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? നിരവധി പേർ ഇത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അവർ പിന്തുടരട്ടെ. നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച ഒരു കാര്യങ്ങളും കാലത്തിന് യോജിക്കാത്തതായിട്ടല്ല. അവരതൊക്കെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി പറഞ്ഞവതരിപ്പിച്ചതാണ്. നമ്മൾ ഇന്ന് വാസ്തുശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ചെറിയൊരു വീഡിയോ ആണ്. വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കണോ? ഇതൊക്കെ അന്ധവിശ്വാസമാണോ? ഇതിനു പിന്നിലെ ആത്മീയവും ഭൗതികവും ശാസ്ത്രീയവുമായിട്ടുള്ള വശങ്ങളെയാണ് പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മണ്ണിൽ പടുത്തുയർത്തും വെറും മൺകൂടല്ല വീട്. മനസ്സിൻ കുളിർമതൻ വിശ്രമഗേഹം. ദിശയും ഗുണവും ഇണങ്ങിച്ചേർന്നാൽ ഐശ്വര്യം നിറയുന്ന പൂമുഖമായി അത് മാറും. എന്തിനായി തേടണം വാസ്തുവിൻ ശാസ്ത്രം? അറിയാം നമുക്കിന്ന് ആ അറിവിന്റെ ചന്തത്തെ. നമ്മുടെ വീട് എന്നത് വെറും കല്ലും മണ്ണും സിമെന്റും ഒക്കെ വെച്ച് കൂട്ടിച്ചേർത്ത് പണിയുന്ന കെട്ടിടം മാത്രമല്ല, ജീവനിലേക്കുള്ള ഊർജത്തിന്റെ കേന്ദ്രമാണത്. പഴയ കാലങ്ങളിൽ നമ്മളുടെ പൂർവികർ വ്യക്തമായി പറഞ്ഞു, വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കി വയ്ക്കണം. അതിനു പിന്നിൽ അവർ വ്യക്തമായി ശാസ്ത്രീയമായും ആത്മീയമായും കാരണങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കിതിനെ ഒന്ന് ഭാഗങ്ങളായി തിരിക്കാം. ആദ്യം വാസ്തുശാസ്ത്രം എന്തിനാണ് നോക്കുന്നത് എന്ന് പരിശോധിക്കാം. വാസ്തുശാസ്ത്രം എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല. ഇതൊരു പുരാതനമായിട്ടുള്ള ആർക്കിടെക്ചർ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്നത് ഊർജ ക്രമീകരണമാണ്. ഇത് കണക്കും ഭൂമിയുടെ ഘടനയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ പുരാതന ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നത്. സൂര്യന്റെ പ്രകാശം, വായു സഞ്ചാരം, പ്രകൃതി ഊർജം ഇവയൊക്കെ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും നിറയുവാനായിട്ട് വാസ്തു നിങ്ങളെ സഹായിക്കുന്നു. ഇത് ആ ഗ്രഹത്തിൽ താമസിക്കുന്നവരുടെ ആരോഗ്യവും ഉന്മേഷവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. എന്തിലും പ്രധാനമായിട്ടുള്ളത് മാനസിക സമാധാനമാണ്. കൃത്യമായ ദിശകളിലും അളവിലും പണിത വീട് പോസിറ്റീവ് ഊർജം നൽകുകയും മാനസിക സമ്മർദ്ദത്തെ അന്തേവാസികൾക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. വീടിന് പ്രകൃതിയുമായും ബന്ധമുണ്ടാകണം. ഭൂമിയുടെ കാന്തിക ക്ഷേമവും കാറ്റിന്റെ ദിശയും കണക്കിലെടുത്തുകൊണ്ട് മുറികൾ ക്രമീകരിക്കുന്നത് പ്രകൃതിയോടുള്ള ഏകോപനം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. കാറ്റും വെളിച്ചവും താളത്തിലാടുമ്പോൾ ഊർജത്തിൻ പ്രവാഹം ഉള്ളിൽ നിറയുന്നു. പ്രകൃതിതൻ വിരലുകൾ വീടിനെ തൊടുമ്പോൾ ശാന്തിതൻ ഗീതം അലയടിച്ചുയരുന്നു. കണക്കുകൾ തെറ്റാതുള്ള വാസ്തുവിൻ രീതികൾ നല്ലൊരു ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകളേകുന്നു. വാസ്തുവിനെ മനസ്സിലാക്കാൻ വാസ്തുപുരുഷന്റെ ഐതിഹ്യം കൂടി ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണപരമാണ്. പണ്ട് അന്ധകാസുരനും ശിവനും തമ്മിൽ യുദ്ധം നടന്നു. ശിവന്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ഭൂമിയിൽ വീണു. അത് ഭൂതം എന്ന ഭയാനകമായ രൂപത്തിലേക്ക് മാറി. ഭൂതം വിശപ്പടക്കാൻ എല്ലാം വിഴുങ്ങി തുടങ്ങി. ദേവന്മാരാകെ ഭയപ്പെട്ടു. അങ്ങനെ 45 ദേവന്മാർ ഒന്നു ചേർന്ന് ഭൂതത്തെ അടിച്ചിടാൻ ശ്രമിച്ചു. ഭൂതം അപ്പോൾ കരുണയോടുകൂടി പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, വെറും വിശപ്പിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ബ്രഹ്മാവ് ആ ഭൂതത്തോട് കരുണ കാണിച്ച് വാസ്തുപുരുഷൻ എന്ന് നാമധേയവും ചെയ്തു. നിന്റെ ശരീരഭാഗങ്ങൾ അനുസരിച്ച് വീടിന്റെ മുറികൾ ക്രമീകരണം ചെയ്താൽ ആ വീടിന് ഐശ്വര്യം ലഭിക്കും. ഇല്ലാത്ത പക്ഷം ഐശ്വര്യത്തിന് കുറവുണ്ടാകും. ഈ കഥയിലെ ശാസ്ത്രീയമായിട്ടുള്ള വശം ഒന്ന് ആലോചിച്ചു നോക്കുക. ഭൂമിയും സൂര്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് വേണം മുറികൾ തയ്യാറാക്കാൻ എന്ന് തന്നെയാണ് ഇതിന്റെ ശാസ്ത്രീയ വശം. അതൊരു കഥയിലൂടെ നമ്മളുടെ പൂർവികർ പറഞ്ഞു തന്നു. ഇനി നമുക്ക് വാസ്തുപുരുഷ മണ്ഡലം എന്താണെന്ന് നോക്കാം. വീട് നിർമ്മാണത്തിലെ ഒരു മാർഗരേഖ തന്നെയാണ് വാസ്തുപുരുഷ മണ്ഡലം. ഈശാനകോൺ അഥവാ കിഴക്ക് വടക്ക് മൂലയ്ക്ക് ശിരസ് വെച്ചുകൊണ്ടാണ് വാസ്തുപുരുഷൻ ശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജാമുറിക്ക് ഉത്തമമാണ്. ഈശാനകോൺ ഈശ്വരൻ വസിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും. പുരയിടത്തിന്റെ മധ്യസ്ഥാനം, അതായത് വീടിന്റെ മധ്യസ്ഥാനം ഒക്കെ ബ്രഹ്മസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. അവിടെ സമന്വയവും സമാധാനവും ഉണ്ടാകുന്നു. അവിടെ കുഴപ്പം വന്നാൽ സമാധാനവും സമന്വയവും ഒക്കെ നഷ്ടപ്പെടുന്നു. ബ്രഹ്മസ്ഥാനത്ത് വാസ്തുപുരുഷന്റെ ഹൃദയമാണുള്ളത്. വാസ്തുപുരുഷന്റെ കാല് വരുന്നത് കന്നിമൂലയിലാണ്, അതായത് നിർദികോൺ. കന്നിമൂല എന്നുള്ളത് ഉറപ്പുള്ള ഭാഗമാണ്. കാലാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ശക്തമായ അവയവം.
ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും അനുയോജ്യമാണ്. അടിത്തറ ഭദ്രമായി ആചാരം മുറയനുസരിച്ച് വീടൊരു സ്വർഗമായി മാറ്റുക നമ്മൾ. ശാസ്ത്രവും സത്യവും ഒന്നായി പുലരുമ്പോൾ ആയുസ്സും ആരോഗ്യവും ചാരയണഞ്ഞിടും. വാസ്തുവിൻ പൊരുളറിഞ്ഞു നമ്മൾ നീങ്ങിയാൽ സന്തോഷ പൂമഴ പെയ്യും എന്നും നിൻ ഉമ്മറത്ത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് വീട് പണിയുക എന്നുള്ളതാണ് വാസ്തുപുരുഷ സങ്കല്പത്തിലൂടെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത്. വാസ്തുപുരുഷൻ തലവെച്ച് കിടക്കുന്ന ഈശാനകോണത്ത് ദൈവ സാന്നിധ്യം നിറയുന്നു വീടിന്റെ തളത്തിലായി. കാറ്റും സൂര്യനും വായു സഞ്ചാരവും ഒക്കവേ ചേരുന്നു. ആത്മാവിന് സന്തോഷം, മനസ്സിന് സമാധാനം, എല്ലാം നേടി നമുക്ക് വസിക്കാം ആ ഭൂമി തന്നിൽ. പ്രകൃതിയോട് ചേർന്ന് മുറികൾ ക്രമീകരിച്ചാൽ ജീവിതം നേരായ വഴികളിലൂടെ ഒഴുകുന്നു. വാസ്തു നോക്കി വെച്ച വീട് എന്നുള്ളത് ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണ്. അങ്ങനെ വാസ്തു നോക്കൽ ആചാരം മാത്രമല്ല, നമ്മളുടെ പൂർവികർ അത് സതുദ്ദേശത്തോടുകൂടി ഏർപ്പെടുത്തിയതാണ്. ഇത് പ്രകൃതി ശക്തികളെ ആദരിക്കുന്ന, ആരോഗ്യം, ഐശ്വര്യം, സമാധാനം എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ്. നമ്മുടെ വീട് ആശയശക്തിയുടെയും പ്രകൃതി എന്നത് ഊർജത്തിന്റെയും പൊരുളുള്ള ഒരു കേന്ദ്രമായി വാസ്തുവിൽ മാറുന്നു. ഓം നമോ നാരായണായ നമ. സ്വാമി ശരണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി ഋഷിപ്രോക്തത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.